കഴിഞ്ഞ ദിവസം യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് എനിക്കൊരു ചെറിയ പണി കിട്ടി. എന്താണ് സംഭവം എന്ന് പറയാം. ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത്, അതായത് മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാൻ 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പിട്ട വീഡിയോകളിലൊന്നും ഞാൻ ഈ കാര്യം പറയാത്തതുകൊണ്ട് എനിക്ക് ലൈക്സ് കുറഞ്ഞു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അത് എത്ര കണ്ട് വർക്കൗട്ട് ആയി എന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും യൂട്യൂബർ ആയിരിക്കുമല്ലോ, അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിരിക്കണം. നമ്മുടെ വീഡിയോയിലൂടെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് പറയുന്നത് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോളുക. ഇതാ ഈ കാണുന്നത് ഞാൻ മിനിഞ്ഞാന്നിട്ട വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വീഡിയോയുടെ ലൈക്ക് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. 1748 ലൈക്ക് കിട്ടി. അപ്പൊ ഇത് 1700 ലൈക്ക് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഇങ്ങനെ ഒരു കണ്ടന്റ് ഇടുമ്പോൾ 1800 ലൈക്ക് വലിയ കാര്യമല്ല. 2000, 3000, 5000 ഒക്കെ ലൈക്ക് കിട്ടുന്നവരുണ്ട്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആ പറഞ്ഞ കാര്യം വർക്കൗട്ട് ആകുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത് 100% വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് മുമ്പിട്ട വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 500 ലൈക്ക്, 200 ലൈക്ക്, 170 ലൈക്ക്, 450 ലൈക്ക്, അങ്ങനെ 500 ലൈക്ക്, 1000 ലൈക്കിന് മേപ്പോട്ട് വളരെ കുറച്ച് വീഡിയോകളെ പോയിട്ടുള്ളായിരുന്നു. അതായത് ലൈക്ക് ചെയ്യണം എന്ന് പറയാത്ത വീഡിയോകളിൽ ലൈക്ക് ഇല്ല, അല്ലെ കമന്റ് ചെയ്യണമെന്ന് പറയാത്ത വീഡിയോകളിൽ കമന്റ് ഇല്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിലും മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും എവിടെയെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് പറഞ്ഞേക്കുക. കാരണം നമ്മുടെ വീഡിയോകൾ കാണുന്ന ആളുകൾ ചിലപ്പം അവരെ വിട്ടുപോകും നമ്മളെ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒക്കെ. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്, ലൈക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് 1500 ലൈക്കാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്തത് 1700 നിങ്ങൾ എത്തിച്ചു. ഇന്നത്തെ വീഡിയോ നമ്മൾ 1500 ടാർഗറ്റ് ചെയ്യുന്നു. ഇത് എത്ര എത്തും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതിന്റെ ഒരു ചാനലിന്റെ ഡാഷ്ബോർഡ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാനൽ വയലേഷൻസ്, അതായത് വാർണിംഗ് സ്ട്രൈക്ക് വന്ന് കിടക്കുകയാണ്. അതായത് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കാണ് ഇത് എൻ്റെ ചാനലിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടി, എന്തുകൊണ്ട് ഇതിപ്പോഴും എൻ്റെ ചാനലിൽ വാർണിംഗ് സ്ട്രൈക്കായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് ഞാനൊരു 2-3 വീക്സ് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ അത് പരിചയപ്പെടുത്തുന്നത്. ഹൗ ടു എഡിറ്റ് എ യൂട്യൂബ് വീഡിയോ, അല്ലെങ്കിൽ ഹൗ ടു എഡിറ്റ് എ വീഡിയോ, അങ്ങനെ ആ ഒരു ടൈപ്പ് കണ്ടന്റ് ആയിരുന്നത്. ഒരു ഏകദേശം 11 മിനിറ്റോളമുള്ള വീഡിയോ ആയിരുന്നു. വീഡിയോ പബ്ലിഷ് ചെയ്തു ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് സ്ട്രൈക്ക് വന്നു, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാർണിംഗ് സ്ട്രൈക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചടാ ഈ വീഡിയോയ്ക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു. അപ്പോൾ എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ആ വീഡിയോയ്ക്ക് അത് ഞാൻ യൂട്യൂബിൻ്റെ ഒരു പോളിസീസും വയലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം അങ്ങനെ വയലേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ അതിൽ പറയുന്നുമില്ല, കാണിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു. അപ്പം ഞാൻ എന്തെടുത്തു എന്നുള്ളത് പറയാം. അതിന് മുമ്പായിട്ട് നമുക്കിത് വാർണിംഗിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഏത് രീതിയിലുള്ള സ്ട്രൈക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പോളിസി വയലേറ്റ് ചെയ്തിരിക്കുന്നത് ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ്, ആ ഒരു പോളിസിയിലാണ് ഇത് സ്ട്രൈക്ക് വന്നത്. അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ സ്ട്രൈക്ക് മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് ഞാൻ ഇവർക്ക് അപ്പീൽ ചെയ്തു, യൂട്യൂബിന് അപ്പീൽ ചെയ്തു. പക്ഷെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ 24 hours റിപ്ലൈ വന്നു, നിങ്ങളുടെ അപ്പീൽ റിജക്റ്റ് ആയിരിക്കുന്നു. അതായത് അവർ തന്ന ആ ഒരു സ്ട്രൈക്ക് മിസ്റ്റേക്കിൽ വന്ന, അല്ലാതെ ജെന്യുവൻ ആയിട്ടുള്ള സ്ട്രൈക്ക് ആണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, ഈ വീഡിയോയുടെ ടോപ്പിക്ക് ബെസ്റ്റ് വീഡിയോ എഡിറ്റർ ഫോർ PC, അങ്ങനെ ഒരു കണ്ടന്റ് ആണ്. അതിൻ്റെ അകത്ത് ഒരിക്കലും സ്ട്രൈക്ക് വരേണ്ട ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ അകത്ത് എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്നറിയാനായിട്ട്. പക്ഷേ എനിക്ക് ഒരു മിസ്റ്റേക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്തെടുത്തു, എക്സിൽ പോയിട്ട് യൂട്യൂബ് ടീമിനെ, യൂട്യൂബ് ഇന്ത്യക്ക് ടാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തു. അവരപ്പം തന്നെ അതിന് റിപ്ലൈ തന്നു. അവർ പറഞ്ഞൊരു 72 hours അവരെന്താണെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. 72 hours തന്നെ അവർ ആ കാര്യത്തിനുള്ള മറുപടി തന്നു. ഞങ്ങൾ എടുത്ത തീരുമാനം അത് ശരിയാണ്, നിങ്ങളുടെ കണ്ടന്റ് പോളിസി വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പോളിസി വയലേറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് എവിടെയാണ് ആ വീഡിയോയിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചിട്ട് അവരതിന് റിപ്ലൈ തന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം കറക്റ്റാണ്, യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ എനിക്കൊരു സ്ട്രൈക്ക് വന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ഈ വീഡിയോയിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഞാൻ അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് യൂട്യൂബ് അത് തിരിച്ചു തരാത്തതിൻ്റെ കാരണം ചെറിയൊരു മിസ്റ്റേക്ക്, യൂട്യൂബിൻ്റെ എന്തോ ഒരു പോളിസി ഞാൻ എവിടെയോ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടാത്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതൊരു മിസ്റ്റേക്കിൽ വന്ന സ്ട്രൈക്ക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരതെനിക്ക് മാറ്റി തന്നേനെ. ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പോളിസി വയലേഷനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ചെറിയ കാര്യം ആ വീഡിയോയിലൊരു കുറച്ചിടം മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. അതായത്
നമ്മൾ യൂട്യൂബിൽ നിന്നോ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്നൊക്കെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് നേരെ പണി തരും നമുക്ക്. അപ്പം ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്നിടത്ത് അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു സെക്ഷൻ, ഒരു ടാബ് ആ സോഫ്റ്റ്വെയറിനുള്ളിലുണ്ട്. ഒരു പക്ഷേ അവിടെയാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണെന്ന് സത്യത്തിൽ അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവും അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടി. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിലും ഇങ്ങനെയുള്ള പണി വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ്, നമ്മൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പോലും, നമുക്ക് 100% കോൺഫിഡൻസോട് ഇടുന്ന കാര്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് യൂട്യൂബിൽ വരും. ഈ കഴിഞ്ഞിടെ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു, എന്ത് ചെയ്യും എന്നറിയത്തില്ല, അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, മറ്റൊരാളുടെ കണ്ടന്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, എന്നിട്ട് അവരതിന് അപ്പീൽ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് എല്ലാം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അപ്പീൽ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവരത് റിജക്റ്റ് ചെയ്യും കോപ്പിറൈറ്റ് ഓണർ. അപ്പം നമുക്ക് ഒരു കാര്യമാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ആ കോപ്പിറൈറ്റ് ഓണറിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയുക, ഇതുപോലെ മിസ്റ്റേക്കിൽ പറ്റിപ്പോയ കാര്യമാണ്, എൻ്റെ ചാനൽ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് റിമൂവ് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ അവർ മനസ്സറിഞ്ഞ് റിമൂവ് ചെയ്തെങ്കിലേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നത് മാറത്തുള്ളൂ. അല്ലെങ്കിൽ 90 days നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് ചെയ്യണം. പല ക്രിയേറ്റേഴ്സിനും ഇതിനെക്കുറിച്ചൊന്നും നല്ല ധാരണയില്ല എന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയാം. കാരണം എന്നെ ഒരുപാട് പേര് ഓരോ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മെയിൽ അയച്ചും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ മിക്ക ക്രിയേറ്റേഴ്സിനും ഉണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് ആർക്കും യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് വലിയ പിടിയില്ല. അപ്പം ഇപ്പം തന്നെ ഞാൻ യൂട്യൂബിൻ്റെ എല്ലാ പോളിസീസും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് തന്നെ എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം സത്യത്തിൽ ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, എന്തിനാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു സംഭവം തന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ പെടാത്ത, യൂട്യൂബിൻ്റെ കണ്ണിൽ പെടുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ചാനലിലുണ്ട്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മാക്സിമം യൂട്യൂബിൻ്റെ പോളിസീസ് എല്ലാം തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഒരു വീഡിയോയും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കോ വന്നിട്ട് റിമൂവ് ആകാനായിട്ട് പാടില്ല. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ എൻ്റെ സ്ക്രീനിലോ കൊടുത്തേക്കാൻ, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇതേപോലെ നമ്മുടെ ചാനലിൽ വാർണിംഗ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, വാർണിംഗ് സ്ട്രൈക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ വാർണിംഗ് സ്ട്രൈക്ക് വരുന്നത് എന്തിനാണെന്ന് എങ്ങനെയാണെന്നൂടെ ഞാൻ പറഞ്ഞുതരാമേ. അതായത് ജസ്റ്റ് അതോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഇവിടെ നോക്കുക, ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു പോളിസി വയലേറ്റ് ചെയ്തതിനാണ് എനിക്കിവിടെ ഈ ഒരു സ്ട്രൈക്ക് വന്നത്. അപ്പം ഇവിടെ ആ ഹാംഫുൾ ഡേഞ്ചറസ് കണ്ടന്റിൽ എൻ്റെ ആദ്യത്തെ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് ഇത് വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ട് കിടക്കുന്നത്. ഇനിയും ഇതിന്റെ പുറത്ത് ഞാൻ ഇപ്പം തന്നെ എനിക്കൊരു ഹാംഫുൾ ഡേഞ്ചറസ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ അത് വാർണിംഗ് സ്ട്രൈക്ക് ആയിരിക്കത്തില്ല, അതെൻ്റെ ചാനലിൽ 90 days കിടക്കുന്ന ഒരു എൻ്റെ ചാനലിന്റെ സ്റ്റാൻഡിങ്ങിനെ ബാധിക്കുന്ന ഒരു ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു കാര്യവും പലർക്കും അറിയത്തില്ല. വാർണിംഗ് സ്ട്രൈക്ക് വന്നാൽ അത് അവിടെ ഇട്ടേക്കും, അത് തിരിഞ്ഞു നോക്കത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പൊ നാളത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഒരു വാർണിംഗ് സ്ട്രൈക്ക് ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടുമ്പോൾ നിങ്ങൾ ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വാർണിംഗ് സ്ട്രൈക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയുമ്പോൾ അത് എല്ലാവരും കണ്ടുവച്ചേക്കുക. കാരണം അത് സ്കിപ്പ് ചെയ്ത് പോരുത്. ഇന്നല്ലേ നാളെ ഈ ഒരു പ്രശ്നം നിങ്ങളുടെയൊക്കെ ചാനലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1500 ലൈക്കിന്റെ ടാർഗറ്റ് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.